എന്താ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. എന്താ വേണ്ടേ? എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരാം. 2 വീട്ടിലും ഉണ്ടാക്കി തരാം. പറയട്ടെ, ബീഫ് ബിരിയാണി വേണം. ബീഫ് ബിരിയാണി ഈ രാത്രിയിലോ? ചുമ്മാ എനിക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി തരാം. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി തരാലോ. 2 മിനിറ്റിലെല്ലാം ഉണ്ടാക്കി തരാം. 2 മിനിറ്റോ? ചുമ്മാ തള്ളരുത്. ഇല്ല, സത്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പഠിച്ചോനെ കത്തോളി എന്നും പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്റെ കിച്ചണിലേക്ക് കേട്ടിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, നമുക്ക് ഈ പാചകം എന്ന് പറയുന്നത് അവിടുന്നും ഇവിടുന്നും കേട്ടുള്ള അറിവും പിന്നെ കുറെ വീഡിയോസ് കണ്ടുള്ള അറിവുമാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എന്റെ കുക്കിംഗ് ഓരോന്നും ചെയ്യാറുള്ളത്. പക്ഷെ ഇതുവരെ ഫെയിൽ ആയിട്ടില്ല. വാ നമുക്ക് നോക്കാം. ഞാനേ ആ അറിവ് നിങ്ങളിലേക്ക് കൂടി പകർന്നുതരാം. എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ കുക്കർ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രാമ്പൂ, ഏലക്ക, പട്ട എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് അതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആയപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും അതുപോലെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതൊന്ന് വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ആകെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും മാത്രമാണ് മസാലകളായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതും കൂടി ഇട്ട് കഴിഞ്ഞ് ഒരല്പം തൈരും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരി വേറെ ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അരി നമ്മൾ ഇതൊന്ന് പാകമായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 വിസിലിന് നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചപ്പോൾ അതാകണ്ടോ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ട്. ഇനി നമുക്കേ ഇത് നമ്മുടെ ടൊമാറ്റോ റൈസ് കുതിന് കൊടുത്താലോ. അപ്പൊ നമ്മൾ കുറച്ച് അച്ചാറും അതിന്റെ കൂടെ ഒരു ഡെക്കറേഷന് വേണ്ടി 2 പപ്പടവും പിന്നെ ഒരു ഫിഷ് ഫ്രൈയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന്